الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസർ അന്നഹു ഖാല ലിഫതൻ മിൻ ഖുറൈശ്, ഖുറൈശുകളിൽപ്പെട്ട ഒരു യുവാവിനോട് മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്നു അഖി, എന്റെ സഹോദരപുത്ര, തഅല്ലമിൽ അദബ് ഖബ്ല അൻ തഅല്ലമൽ ഇൽം, നീ ഇൽമു പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കണം എന്ന് ഖുറൈശികളിൽപ്പെട്ട ഒരു യുവാവിനെ ഉപദേശിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവം, അദ്ദേഹം പറയാണ്, കാനത് ഉമ്മി തുഅമ്മിമുനി, എന്റെ ഉമ്മ അമാമത്ത് ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തലപ്പാവ് കെട്ടിക്കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ ഉമ്മ എന്നെ നന്നായി വസ്ത്രം ധരിപ്പിക്കും, കുളിപ്പിച്ച് വൃത്തിയാക്കി വസ്ത്രം ധരിപ്പിക്കും. എന്നിട്ട് എന്നോട് എന്റെ ഉമ്മ പറയും, നീ റബീഅയുടെ അടുത്തേക്ക് പോകണം, എന്നിട്ട് റബീഅയിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് നീ ഇൽമു പഠിക്കുന്നതിന് മുമ്പ് നീ അദബ് ചോദിച്ചു പഠിക്കണം. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാറുണ്ട്, തലത്തുൽ അദബ 30 സന, ഞാൻ 30 വർഷം അദബ് പഠിച്ചു. വതലബ്തുൽ ഇൽമ 20 സന, ഞാൻ ഇൽമു പഠിച്ചത് 20 വർഷമാണ്. പക്ഷെ ഞാൻ 30 വർഷം പഠിച്ചത് അദബാണ്. എന്നിട്ട് അവരെ കുറിച്ച് സലഫുകൾ പറയും, നമ്മുടെ പൂർവികരായ മുൻഗാമികളൊക്കെ അവരാദ്യം പഠിച്ചിരുന്നത് അദബാണ്, പിന്നീടാണ് അറിവ് ഇൽമ് പഠിക്കാറുള്ളത് എന്ന് അവരെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. കിതാബുകൾ പരിശോധിച്ചു നോക്കുന്ന അഖ്വാലുസ് സലഫുകൾ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് നമ്മുടെ പൂർവികരായ
സലഫുകളെ സംബന്ധിച്ച് ഈ വിഷയം ഉദ്ധരിക്കപ്പെടാത്ത ആളുകൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരൊക്കെ തന്നെയും ഇൽമിനേക്കാൾ മുമ്പ് പ്രാധാന്യം കൊടുത്തത് അദബിനായിരുന്നു. അവർ ജനങ്ങളെ ഉപദേശിക്കാറുള്ളത് ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് അദബ് പഠിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ സന്ദേശങ്ങൾ ഈ പുതു തലമുറക്ക്, ഈ ആധുനിക സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ കൈമാറാനുണ്ട്. കാരണം അദബിന്റെ കാര്യത്തിൽ ഇന്ന് സമൂഹം എവിടെ നിൽക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഉദാഹരണമോ ഉപമയൊന്നും വേണ്ട. അതിൽ പ്രധാനപ്പെട്ടത് ഏറ്റവും നന്നായി അദബ് കാണിക്കേണ്ട, എല്ലാ വിഷയത്തിലും ആദാബുകൾ പാലിക്കേണ്ട മുസ്ലിം ഉമ്മത്തിന്റെ കാര്യമാണ് ഏറെ പ്രയാസകരമായിട്ടുള്ളത്. ഇന്ന് അറിവിന്റെ കാര്യം നമ്മൾ പരിശോധിച്ചു നോക്കുക. പൂർവികരെ അപേക്ഷിച്ച് അറിവിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്. അത് ഏറെക്കുറെ നേടിയ ഒരു കാലഘട്ടത്തിലുമാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദബിന്റെ കാര്യം ഇനി എത്ര ഇൽമുള്ള, എത്ര ഭൗതികമായിക്കോട്ടെ മതപരമായ അറിവുകളായിക്കോട്ടെ, എത്ര നേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ഒരാൾക്ക് വിലയിരുത്താൻ സാധിക്കുക അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ട് എന്ന് പറയാം. പക്ഷേ അവൻ അദബുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല. നേരെ മറിച്ച് സഹോദരങ്ങളെ, നമ്മൾ പൂർവികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഭൗതികമായ അറിവുകൾ കുറവായിരിക്കാം, പക്ഷെ അവർക്ക് നന്നായി അദബുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് കലാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇന്ന് ആധുനിക സമൂഹത്തിൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അദബുകൾ, അനുസരണം പഠിച്ചിരുന്ന ഒരു വേദിയായിരുന്നു കലാലയങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? അതിന് അധ്യാപകരുണ്ടായിരുന്നു. അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ അദബുകൾ പറഞ്ഞു കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മദ്രസകളിൽ നിന്ന് അവരുടെ ആദാബിന്റെ കിതാബുകൾ ഉണ്ടായിരുന്നു. ആ കിതാബുകൾ കേവലം അത് വായിക്കാൻ മാത്രമായിരുന്നില്ല, മറിച്ച് മദ്രസകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ ആ അദബ് പ്രകടമായി കണ്ടിരുന്നു. പ്രത്യേകിച്ച് കലാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രകടമായിരുന്നു. പക്ഷെ ഇന്ന് ആധുനിക സമൂഹത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പോലും ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ അദബ് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നിയമങ്ങളാകട്ടെ കുട്ടികൾക്ക് അദബ് പഠിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥയും ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിലില്ല. കുട്ടികൾ എങ്ങനെയൊക്കെ മോശമാകാൻ സാധിക്കുമോ ആ തരത്തിൽ മോശമാകാനാണ് ഇന്ന് കലാലയങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അദബ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വെറുക്കുന്ന, അതുപോലെ തന്നെ ആർക്കും മാതൃകയില്ലാത്ത, ആരാലും വെറുക്കപ്പെടുന്ന ഒരു സമൂഹമായി പ്രത്യേകിച്ച് ഈ അദബ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ കൂടി ഈ സമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ തുടർന്നു പോയാൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്തായി തീരുമെന്ന് പോലും പ്രവചിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു തിരിച്ചറിവുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ അദബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംസാരത്തിലില്ല, പെരുമാറ്റത്തിലില്ല, ഒരർത്ഥത്തിലും ഇന്ന് പ്രത്യേകിച്ച് യുവതലമുറയിൽ അദബില്ല, അനുസരണമില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പരസ്പരം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ്. ഈ അദബ് ഇത് പഠിപ്പിക്കാൻ എവിടെ നിന്ന് തുടങ്ങണം? സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ചെറുപ്രായത്തിലേക്ക്, അല്പം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ ചെറുപ്രായത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു പോയാൽ മതി. കാരണം നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ മക്കളെ, അത് മകളാകട്ടെ മകനാകട്ടെ, ഒന്ന് പേര് വിളിച്ചാൽ ഇതെന്താണ്, അതിൽ അത്ര വലിയ കാര്യമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ കാര്യമുണ്ട് എന്നുള്ളത് നമുക്ക് പറയാറുള്ളത്. കാരണം എന്നറിയോ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഉമ്മമാര് വിളിച്ചാൽ നമ്മൾ ഓ എന്നാ പറയാ. എന്റെ ഉമ്മ ഓന്നാ പറയാ, എന്നൊരാൾ പറയുകയില്ല. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മക്കളെ വിളിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുസരണക്കേടാണ്. പക്ഷെ ഇന്നെന്റെ പുതുതലമുറ
മാതാപിതാക്കളെ നീ എന്ന് അഭിസംബോധന ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതവുകളില്ല. മക്കളെ സംബന്ധിച്ചുള്ള വീടുകൾ അതവുകളില്ല. നമ്മളെ മക്കളെ പോലും നമ്മളൊന്ന് പേര് വിളിച്ചാൽ എന്താ എന്ന് തിരിച്ചു പറയുന്ന തലമുറയാണ്. നമ്മുടെ ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ വിളിക്ക് അതോടുകൂടി ഉത്തരം പറഞ്ഞിരുന്ന പുതുതലമുറക്ക് ഇതിനെന്താണ് ഇത്ര വരെ കാര്യമെന്ന് അവർ ചിന്തിച്ചേക്കാം. പക്ഷെ അന്നിന്റെ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ വിളിക്ക് മര്യാദയ്ക്ക് മറുപടി വരാതിരിക്കൽ പോലും വലിയ അതവുകേടായി കണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ നീ എന്ന് അഭിസംബോധന ചെയ്ത തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതവില്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എവിടുന്ന് തുടങ്ങണം എന്നതിനെ കുറിച്ചാണ് ചർച്ച, അല്ലെ? എത്ര സുന്ദരമായ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. സഹോദരങ്ങളെ, ഏത് വിഷയത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ അതവ് പഠിപ്പിക്കാതിരുന്നത്? ഏത് വിഷയത്തിലാണ്? സംസാരത്തിൽ മര്യാദയില്ല, തിന്നുന്നതിൽ മര്യാദയില്ലേ, കുടിക്കുന്നതിൽ മര്യാദയില്ലേ, ഇരിക്കുന്നതിൽ, നടക്കുന്നതിൽ, ബാത്റൂമിൽ കയറുന്നതിൽ, പുറത്തു വരുന്നതിൽ, കച്ചവടം ചെയ്യുന്നതിൽ, ഏത് മേഖലയിലും അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ അതവ് പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചെറിയൊരു കാര്യമല്ല. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഖുതുബകളിൽ ചിലപ്പോൾ നിസ്സാരമായി നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇത് നമ്മൾ കേട്ട് വളർന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നിരുന്നാലും ഇസ്ലാമികമായ ചില മര്യാദകൾ അത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇതിനില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സുന്ദരമായ മതത്തിന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദാബുകളെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ആദാബുകളെ സംബന്ധിച്ച് മറ്റൊരാളോട് അന്വേഷിച്ചു പോകേണ്ട കാര്യമല്ല. ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്, നമ്മുടെ സലഫുകളുടെ മാതൃകയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും നമുക്കൊന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ബാധ്യതയായിട്ടുള്ളത് അത് പഠിക്കാനും പുതുതലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ നമ്മുടെ കൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മാതൃക പഠിക്കേണ്ടത് ആദ്യമായി കിതാബുകളിൽ നിന്നല്ല, മദ്രസയിലെ ആദാബിന്റെ കിതാബുകളിൽ നിന്നല്ല, മറിച്ച് ആദ്യമായി നമ്മുടെ മക്കൾ ആദാബുകൾ, മര്യാദകൾ എന്തിനായിക്കൊള്ളട്ടെ അത് പഠിക്കേണ്ടത് മുതിർന്നവരായ മാതാപിതാക്കളായ നമ്മളിൽ നിന്നാണ്, അല്ലേ? നമ്മളിൽ മക്കൾക്ക് ഇസ്ലാമികമായ ആദാബുകൾ അവർ കണ്ടിട്ടില്ല എങ്കിൽ അവർക്ക് പിന്നെ കാണിച്ചു കൊടുത്താൽ, കിതാബുകളിൽ കാണിച്ചു കൊടുത്താൽ അതവർക്ക് പഠിക്കാൻ കഴിയില്ല. കാരണം ആദ്യം അവർ കണ്ടുപഠിക്കണം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ധാരണയുണ്ട്. ഞാനെന്താ, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, ബിദ്അത്ത് ചെയ്യുന്നില്ല, മറ്റൊരു കാര്യവും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും പലരുടെയും ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരാളുടെ മോശപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് അയാൾ ശിർക്ക് ചെയ്യൽ മാത്രമല്ല, ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നത് മാത്രമല്ല ഒരാളുടെ മോശപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്. മറിച്ച് ശിർക്ക് ചെയ്യാത്തതുപോലെ, ബിദ്അത്ത് ചെയ്യാത്തതുപോലെ മറ്റയാളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇസ്ലാമികമായ ആദാബുകൾ ആ മനുഷ്യൻ പാലിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാനും മറ്റുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കീഴിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അനുചരന്മാർക്ക്, അതേപോലെ തന്നെ നമ്മുടെ അനിയത്തിമാർക്കൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഒരു പ്രാർത്ഥന പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഖുതുബയുടെ സന്ദേശമായി പറയുവാനുള്ളത്, നമ്മൾ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദാബുകളെ തിരിച്ചു പിടിക്കാൻ ഒരു പ്രാർത്ഥനയോടുകൂടി ആകട്ടെ നമ്മുടെ തുറക്കുന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅമാൽ. ഓക്കെ, എത്ര സുന്ദരമാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, വൽ അഅമാൽ, അതുപോലെ തന്നെ മോശമായ പ്രവൃത്തിയിൽ നിന്ന്.
മോശമായ സ്വഭാവത്തിൽ നിന്നും മോശമായ പ്രവൃത്തിയിൽ നിന്നും അതുപോലെ തന്നെ മോശമായ ദേഹേച്ഛയിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ ദുആ ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് ആദാബുകൾ പരസ്പരമുള്ളതുകൊണ്ട് വ്യക്തിപരമായി പാലിക്കേണ്ടതുകൊണ്ട് എല്ലാ മേഖലയിലും ഇന്ന് പ്രയാസങ്ങളും കുഴപ്പങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഈ പറയുന്ന രൂപത്തിൽ പഠിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഉലമാക്കൾ എല്ലാ മേഖലയിലും ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് പാലിക്കേണ്ട ആദാബുകൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പറയപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ടു പോയ ആദാബുകളിൽ വലിയൊരു ആദാബാണ് വിശ്വാസികൾ തമ്മിലുള്ള പാരസ്പര്യമുള്ള സൗഹാർദ്ദവും പരസ്പരമുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ടു. അല്ലെ, ഇന്നിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഷയം അതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ പരിശോധിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ വിശ്വാസികൾ തമ്മിൽ എത്രമാത്രം സാഹോദര്യത്തോടുകൂടി എത്രമാത്രം ആദാബുകളോടുകൂടി പെരുമാറേണ്ടവരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അല്ലാഹു പറയാണ്, നിശ്ചയം വിശ്വാസികൾ അവർ പരസ്പരം സഹോദരങ്ങളാണ്. മറ്റൊരാഴ്ച അല്ലാഹു പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. വൽ മുഅ്മിനൂന വിശ്വാസികൾ, വൽ മുഅ്മിനാത്ത് വിശ്വാസിനികൾ, ബഅദുഹും ഔലിയാഉ ബഅദ് അവർ പരസ്പരം മിത്രങ്ങളാണ്, സഹായികളാണ്. അവർ ഒരിക്കലും ശത്രുക്കളല്ല. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം സഹായികളാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഒരിക്കലും ഒരു ശത്രുവല്ല. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ പരസ്പരം ശത്രുതയിലാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മറ്റൊരു സുദീർഘമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട പരസ്പരം ബാധ്യതകൾ പഠിപ്പിച്ച് അതിന്റെ അവസാനമായി പറഞ്ഞതെന്നറിയോ, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. വകൂനു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ആയിത്തീരണം. ഇഖ്വാന, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീരണം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വിശ്വാസികൾ പരസ്പരം സാഹോദര്യത്തിലാകാതിരിക്കാനുള്ള കാരണങ്ങൾ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെ, ഇന്ന് ഒരുപാട് വിശ്വാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ അവർ പരസ്പരം കച്ചവടം ചെയ്ത് തെറ്റിയവരല്ല, വിവാഹബന്ധം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ തെറ്റിയവരല്ല. മറിച്ച് ചില കാരണങ്ങൾ നമുക്കിടയിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നുണ്ട്. ആ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ആളുകൾ നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും വിശ്വാസികൾക്കിടയിൽ നമ്മൾ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ പാടില്ല. വിശ്വാസികളെ ഒരു നിലയ്ക്ക് നമ്മൾ അകൽച്ചയിലാക്കാൻ പാടില്ല. അതുകൊണ്ട് ആ മേഖല നമ്മൾ തിരിച്ചറിയുകയും വിശുദ്ധ ഖുർആനിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വിശ്വാസികൾ തമ്മിൽ പരസ്പരം സാഹോദര്യത്തിനായി തീരാനുള്ള കാരണങ്ങൾ അത് നമ്മൾ പഠിക്കുകയും ഇസ്ലാമിക സാഹോദര്യം മുറുകെ പിടിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികൾ തമ്മിൽ, മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ തമ്മിൽ എത്രമാത്രം അവർ യോജിച്ചു നിൽക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, മസലുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം, ഉപമ എന്ന് പറയുന്നത് ഫീ തവാദ്ദിഹിം, അവർ പരസ്പരമുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ, വതറാഹുമിഹിം, അവർ പരസ്പരമുള്ള കാരുണ്യത്തിന്റെ കാര്യത്തിൽ, വതആതുഫിഹിം, അവർ പരസ്പരമുള്ള വാത്സല്യത്തിന്റെ കാര്യത്തിൽ, മസലുൽ ജസദ്,
ഒരൊറ്റ ശരീരം പോലെയാണ്. സഹോദരങ്ങൾ, ഈ ഹദീസ് പറയുമ്പോൾ ഇന്നിന്റെ സമൂഹത്തിൽ മുസ്ലിമീങ്ങൾ അങ്ങനെയാണോ? മുഅ്മിനീങ്ങൾ അങ്ങനെയാണോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്കിടയിൽ അവരുടെ സ്നേഹത്തിന്, അവരുടെ സാഹോദര്യത്തിന്, അവരുടെ കാരുണ്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങൾ നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടം തുടങ്ങി തെറ്റിയതിന്റെ പേരിൽ ചില പകർച്ചയുണ്ടാകാം, വിവാഹബന്ധം വേർപ്പെടുത്തതിന്റെ പേരിൽ ചില അകർച്ചകൾ ഉണ്ടാകാം. എന്തിലെങ്കിലും ലോകത്ത് നോക്കുന്നത് ഒരേ വീട്ടിൽ പിണങ്ങി നടക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളിൽ തൗഹീദുള്ള ആളുകൾക്കിടയിൽ പോകും സഹോദരങ്ങളെ, എന്തിന്റെയോ പേരിൽ പരസ്പരം പിണങ്ങി നടക്കുന്ന ആളുകൾക്കുള്ള സന്ദേശമാണ്. വിശ്വാസികൾ തമ്മിലുള്ള ഒരു ഉപമ എന്ന് പറയുന്നത് അവരുടെ സ്നേഹത്തിൽ, അവരുടെ കാരുണ്യത്തിൽ, അവരുടെ വാത്സല്യത്തിന്റെ കാര്യത്തിൽ ഒരു ശരീരം പോലെയാണ്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അതെങ്ങനെയാണെന്നറിയോ? ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ കാലിന്റെ വിരലൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇല്ലെങ്കിൽ കൈ വിരലൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇല്ലെങ്കിൽ ആന്തരിക അവയവത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി എങ്കിൽ ആ ശരീരം എങ്ങനെയാണ്? ആ ശരീരത്തിനോട് മുഴുവനും എങ്ങനെയാണ് കൂറ് കാണിക്കുകയെന്നറിയോ? ആ ശരീരത്തിനുണ്ടായ പ്രയാസം കാരണം ഉറക്കം നഷ്ടപ്പെടും, അല്ലെങ്കിൽ പനി പിടിക്കും. അല്ലെ, വിരലിലാണ് ഒരു മുറിവുണ്ടായത്, പനി ഉണ്ടാകുന്ന ശരീരത്തിന്. എന്തുകൊണ്ടാണ്? ശരീരം വിചാരിക്കണ്ടേ എനിക്കെന്തോ പ്രശ്നം കാലിനല്ലേ വിരലിനല്ലേ എന്ന് ശരീരം വിചാരിക്കൂല. കാലിന് ഒരു പ്രയാസമുണ്ടായാൽ ശരീരം ഉറക്കവയ്ക്കും. അതുപോലെ തന്നെ പനി പിടിച്ച് അതിനോട് കൂറ് കാണിക്കും. അതുപോലെ ആയിരിക്കും വിശ്വാസികൾ തമ്മിൽ. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിത്തോന്നി അത് എന്റെ പ്രയാസമാണ്, എന്റെ സഹോദരനൊരു ബുദ്ധിമുട്ടാണ്, എന്റെ വേദനയാണ്. എന്റെ സഹോദരന്റെ ഒരു കുട്ടിക്കൊരു പ്രയാസമാണ്, എന്റെ വേദനയാണ്. എന്റെ സഹോദരന്റെ കച്ചവടത്തിലൊരു പ്രയാസമുണ്ട്, എന്റെ ഒരു വേദനയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക മര്യാദയിൽ പഠിപ്പിച്ച ബന്ധം എന്ന് നാം അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയ ഹദീസിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പരസ്പരം വെറുക്കാനല്ല, പരസ്പരം സ്നേഹിക്കാനാണ്. അല്ലാഹു പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനത്തിൽ പറയും, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, ഐനൽ മുതഹാബ്ബൂൻ, എവിടെയാണ് പരസ്പരം സ്നേഹിച്ച ആളുകൾ? ബിജലാലി, എന്റെ മഹത്വത്തിൽ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ? എന്നിട്ട് അല്ലാഹു പറയും, അൽ യൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. അല്ലാഹു പറയാണ്, ദുനിയാവിൽ എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ആളുകളെ അല്ലാഹു പറയും, അല്ലയോമ, ഇന്നേ ദിവസം അഥവാ മഹ്ശറിൽ, ഉദില്ലുഹും, ഞാൻ അവർക്ക് തണൽ നൽകും, ഫീ ദില്ലി, എന്റെ തണലിൽ നിന്ന്, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത മഹ്ശറിൽ, ദുനിയാവിൽ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ, പരസ്പരം സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ വിരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. എങ്കിൽ ഞാൻ ആലോചിക്കണം, ആ തണലിന്റെ അകത്തായിരിക്കും പുറത്തായിരിക്കും ഞാനുള്ളത്? അല്ലെ, അന്നൊരു തണലുമില്ല. അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ല. ആ തണലിന്റെ അകത്തായിരിക്കും പുറത്തായിരിക്കും ഞാൻ ഇന്ന് ലോകത്തെ ഒരു വിശ്വാസിയെ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വിശ്വാസിയിൽ നിന്ന് ഞാൻ അകലത്തിലായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പേരിലാണോ? അതല്ല, ഭൗതികമായ എന്തെങ്കിലും കാരണത്തിന്റെ പേരിലാണോ? വിശ്വാസികളെ ശ്രദ്ധിച്ചുകൊള്ളുക, ഭൗതികമായി എന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലാണ് വിശ്വാസികളോട് വെറുപ്പ് കാണിച്ചത് എങ്കിൽ, വിശ്വാസികളോട് അകൽച്ച കാണിച്ചത് എങ്കിൽ, വിശ്വാസികളോട് നിങ്ങൾ കൂറില്ലാത്തത് കാണിച്ചത് എങ്കിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കൂലാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, അൽ മുതഹാബ്ബൂന ഫീ ജലാലി, എന്റെ മഹത്വത്തിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ, ലഹും മനാബിറു മിൻ നൂർ, അവർ പ്രകാശത്താലുള്ള മിമ്പർ നാളെ മഹ്ശറിൽ ഉണ്ടായി നിൽക്കുമെന്നാണ്.
മിമ്പറുകൾ, പ്രകാശം കൊണ്ടുള്ള മിമ്പറുകൾ. അതുപോലെ ദുനിയാവിൽ എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾക്കുണ്ടാകും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ഈ പരസ്പരം ദുനിയാവിൽ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ച വിശ്വാസികൾക്ക് പ്രകാശത്താലുള്ള മിമ്പറുകൾ കൊണ്ട് ആദരിക്കപ്പെടുന്നത് കാണുമ്പോ നബിമാരും ശുഹദാക്കളും ആഗ്രഹത്തോടുകൂടി അവരുടെ അടുത്തേക്ക് നടന്നു പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികൾക്കിടയിലുള്ള ഏതു കാര്യവും നിസ്സാരമായി കാണരുതെന്ന് റസൂൽ പറഞ്ഞത്, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മയിൽ അത് എത്ര ചെറുതാണെങ്കിലും അതിന് നിങ്ങൾ വില കുറച്ച് കാണിക്കരുത്. അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, നന്മയാണോ അതിന് ഗൗരവത്തിൽ കാണണം. എന്നിട്ട് അതിനൊരു ഉദാഹരണമായി റസൂൽ പറഞ്ഞതെന്നറിയോ, വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസ്സാരമായി കാണരുതെന്നാണ്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ ഇന്ന് പല വിശ്വാസികളുടെ മുഖത്ത് നമുക്ക് നോക്കാൻ സാധിക്കാത്തത്? എന്തിന്റെ പേരില്ല? ആവർത്തി ചോദിക്കട്ടെ, ഈ തെറ്റി നടക്കുന്ന ആരെങ്കിലും പരസ്പരം കച്ചവടം തുടങ്ങിയിട്ട് തെറ്റി വരാം? കുടുംബബന്ധം വിച്ഛേദിച്ചതിന്റെ പേരില്ല, എന്തിന്റെ പേരിലാണ്? അതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നത്. വിശ്വാസികളെ പരസ്പരം അകറ്റുന്ന ആ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഒരുപാട് ഇഹത്തിനെയും പരത്തിനെയും നന്മകളാണ് നമുക്ക് തടയപ്പെടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നീ നിസ്സാരമായി കാണരുത്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും അതൊരു സ്വതക്കയായി നിനക്ക് രേഖപ്പെടുത്തും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി പരസ്പരം ദുആ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക, നബിയേ താങ്കളുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. നിർത്തിയില്ല, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, താങ്കൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കും വേണ്ടി നബിയെ താങ്കൾ ഇസ്തിഗ്ഫാർ തേടുക. ഒരു ബാധ്യതയാണ്. സ്വന്തത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനുള്ള കൽപ്പന നബിയെ താങ്കൾക്ക് മാത്രമല്ല വിശ്വാസികൾക്കും വേണ്ടി താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസിൽ പഠിപ്പിച്ചു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിദഹ്രിൽ ഗൈബി മുസ്തജാബത്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ദഅവത്തുൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി, ബിദഹ്രിൽ ഗൈബി, ആ സഹോദരന്റെ അഭാവത്തിൽ. ഇങ്ങനെ ഇന്ന് കാണുന്നത് പോലെ സഹോദരന്റെ അഭാവത്തിൽ ആ സഹോദരന് പാര വെക്കാനല്ല, പ്രയാസം ഉണ്ടാക്കാനല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനായ മുസ്ലിമിന്റെ അഭാവത്തിൽ ആ മുസ്ലിം സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്ന ആ ദുആ റസൂൽ പറഞ്ഞു, മുസ്തജാബത്തുൻ, അത് ഉത്തരം ലഭിക്കുന്ന ദുആയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻദ റഅസിഹി മലകുൻ മുഅക്കൽ, ഓരോ മനുഷ്യന്റെയും കൂടെ തലഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. റസൂൽ പറഞ്ഞു, കുല്ലമാ ദആ ലി അഖീഹി ബിഖൈരിൻ, ഞാൻ ഏതൊക്കെ സന്ദർഭത്തിൽ തന്റെ സഹോദരന് വേണ്ടി അഥവാ അഭാവത്തിലുള്ള എന്റെ മുമ്പിലുള്ളാത്ത ഒരു സഹോദരന് വേണ്ടി അവന്റെ നന്മക്ക് വേണ്ടി ഞാൻ ഏതൊക്കെ സന്ദർഭത്തിലാണോ ദുആ ചെയ്യുന്നത്, ഖാലൽ മലക്കുൽ മുഅക്കൽ, എന്നോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഞാൻ തന്റെ സഹോദരന് വേണ്ടി ചെയ്യുന്ന ദുആക്ക് വേണ്ടി ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അഥവാ എന്റെ ഒരു സഹോദരന്റെ ഒരു പ്രയാസം ഞാൻ അറിഞ്ഞു, അല്ലാഹുവേ എന്റെ സഹോദരന്റെ പ്രയാസം എനിക്ക് കൊടുക്കണം, സഹോദരന്റെ അസുഖം നീ ഭേദമാക്കി കൊടുക്കണം, ആ സഹോദരന്റെ പ്രയാസം നീ നീക്കി കൊടുക്കണം എന്ന് എന്റെ സഹോദരന് വേണ്ടി, മുസ്ലിമായ എന്റെ സഹോദരന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ദുആ അല്ലാഹുവേ നീ സ്വീകരിക്കണമെന്ന് എന്റെ കൂടെയുള്ള മലക്ക് ദുആ ചെയ്യും. തീർന്നിട്ടില്ല, അല്ലാഹുവിന്റെ റസൂല് അവസാനമായി പറഞ്ഞതെന്നറിയാം, ആ മലക്ക് ഒരു കാര്യം കൂടി പറയുന്നതാണ്, നിനക്കും അതുപോലത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ സഹോദരന്റെ ഒരു പ്രയാസം അറിഞ്ഞ് ദുആ ചെയ്താൽ
നിനക്ക് ആ പ്രയാസമുണ്ടെങ്കിൽ അതും നിന്നിൽ നീങ്ങിപ്പോകട്ടെ എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാരാ? അള്ളാഹുവിന്റെ മലക്കായിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയ സംബന്ധമായി സലഫുകൾ ഉദ്ധരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാധിക്കും. കാരണം നമ്മുടെ മുൻഗാമികളായ സലഫുകൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് അവർ പറയും, തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നു. കാരണം എന്താ? തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ മലക്ക് നമുക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ശരീരം പോലെ, ഒരു മനസ്സുപോലെ, ഒരു ചിന്ത പോലെ നമ്മൾ നിൽക്കണം. അതാണ് ഇഹത്തിലെയും പരത്തിലെയും നമുക്ക് ഖൈർ ഗുണമെന്ന് നാം അറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ഇസ്ലാമികമായ ആദാബുകൾ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹമായ ഫദ്ൽ കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നീ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തതിന്റെ ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവേ വിശ്വാസികളാണെങ്കിൽ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവേ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം. അല്ലാഹുവേ അവരോട് നീ കനിവ് കാണിക്കണം. അല്ലാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങളെ നല്ല നിലയിൽ പോറ്റി വളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും വാർദ്ധക്യ സഹജമായ പല പ്രയാസങ്ങളിലുമാണ്. അല്ലാഹുവേ, അവരുടെ എല്ലാവരുടെയും മുഴുവൻ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണമേ. അല്ലാഹുവേ, മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനത വ ഖിനാ അദാബൻ നാർ വ സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം.